അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, എല്ലാവർക്കും റാഹത്തല്ലേ? ഈ പരിശുദ്ധമാക്കപ്പെട്ട പുണ്യദിനങ്ങൾ നമ്മിലൂടെ കടന്നു പോകുന്നു. ഈ ദിനങ്ങളിൽ ഒരിക്കലും ഒഴിച്ചുകൂടാനും മറന്നു പോവാനും പാടില്ലാത്ത ഒരു വിഭാഗമുണ്ട്. നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, മറ്റ് കുടുംബാദികൾ എല്ലാവരെയും നമ്മൾ ഓർത്തിരിക്കണം. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപങ്ങൾ പുറത്തു കൊടുത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടട്ടെ. ആമീൻ. നമുക്കും നമ്മുടെ ബന്ധപ്പെട്ടവർക്കും സന്തോഷവും സമാധാനവും തരുന്ന ഒരു ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യദിനത്തിൻ്റെയും മാസത്തിൻ്റെയും ബർക്കത്ത് കൊണ്ട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നിത്യജീവിതത്തിൽ ഉപകരിക്കുന്ന അറിവുകളാണ് നമ്മൾ ഈ ചാനലിലൂടെ പറയുന്നത്. അല്ലാഹു പ്രതിഫലം നൽകട്ടെ. ആമീൻ. നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആളാണോ? കടം വന്ന് പ്രയാസം അനുഭവിക്കുന്ന ഒരാളാണോ? ജോലി ഉണ്ടായിട്ടും സമ്പത്തിൽ ബർക്കത്തില്ലാതെ വിഷമിക്കുന്ന ആളാണോ? അതല്ല, കച്ചവടം ചെയ്യുന്നുണ്ട് പക്ഷേ അതിൽ ഐശ്വര്യമില്ലാത്ത ആളാണോ? എന്നാൽ ഈ പറഞ്ഞ എല്ലാവർക്കുമുള്ള ഒരു ദുആയാണിവിടെ പറയുന്നത്. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആത്മീയ വഴിയാണ് ഇത് പതിവാക്കി പോരുന്നവർക്ക് സാമ്പത്തിക ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. നിങ്ങളും അതുപോലെ സാമ്പത്തിക വളർച്ച ആഗ്രഹിക്കുന്നുവെങ്കിൽ നാളെ മുതൽ ചൊല്ലിത്തുടങ്ങിക്കോളൂ. ഭർത്താവിന് വേണ്ടി ഭാര്യക്കും മക്കൾക്കും ചൊല്ലാം, മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് ചൊല്ലാം. ഇത് ദായിമാക്കുന്നവർക്ക് ഫലം കിട്ടുക തന്നെ ചെയ്യും. സംശയിക്കാതെ തികഞ്ഞ ആത്മാർത്ഥതയോടെയും ഇഖ്ലാസോടെയും ചെല്ലണമെന്ന് മാത്രം. കച്ചവടം ചെയ്യുന്നവരും ബിസിനസ് ചെയ്യുന്നവരുമൊക്കെ ഇത് മാത്രം ചൊല്ലിയാൽ മതി, ഫലം കിട്ടുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. ഏതാണ് ആ ദിക്റ് എന്ന് നമുക്ക് നോക്കാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അസ്തഗ്ഫിറുല്ലാഹ്. ഇതാണ് ആ ദിക്റ്. ഇത് എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് നോക്കാം. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്തിട്ടുള്ള ഹദീസിൽ കാണാം, ഒരാൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലെത്തി വളരെ വിഷമത്തോടെ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, സാമ്പത്തികമായി വളരെ ക്ലേശമനുഭവിക്കുന്ന, വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പണം എന്നിൽ നിന്നും പിന്തിരിഞ്ഞോടുന്നത് പോലെയാണ് നബിയെ. എന്തെങ്കിലും ഒരു പ്രതിവിധി പറഞ്ഞു തരണം റസൂലേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ സുബഹിക്ക് ശേഷവും എന്നാൽ സൂര്യോദയത്തിന് മുമ്പുമായിട്ട് 100 തവണ തസ്ബീഹ് ചൊല്ലുന്നത് പതിവാക്കുക. അങ്ങനെയെങ്കിൽ പണം നിന്റെ കാൽക്കൽ വന്നു ചേരും. സുബഹി നിസ്കാര ശേഷമോ അതിനു മുമ്പോ നമുക്ക് ചെല്ലാവുന്നതാണ്. 2 സമയവും ഉത്തമമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും പരിഹാരം കേട്ട അദ്ദേഹം സംതൃപ്തനായി വീട്ടിലേക്ക് മടങ്ങി. ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ അങ്ങ് പറഞ്ഞ പോലെ പ്രവർത്തിച്ചു നബിയെ. ഇപ്പോൾ സമ്പത്ത് എനിക്ക് നേരെ കുതിച്ചു കൊണ്ടുവരികയാണ്. അത് എവിടെ വെക്കണമെന്നോ അത് എങ്ങനെ ചെലവാക്കണമെന്നോ ഇപ്പോൾ എനിക്കറിയില്ല. പ്രിയമുള്ളവരെ, ഈ ഒരു ദിക്റ് നാളെ മുതൽ ചൊല്ലി തുടങ്ങുക. നിങ്ങളുടെ സമ്പത്തിൽ ബറക്കത്ത് ഉണ്ടാവും, സമ്പത്ത് അധികരിക്കും, ഉറപ്പാണ്. ഇത്തരം ദിക്റുകൾ ചൊല്ലുമ്പോൾ അള്ളാഹുവിനെ മുൻനിർത്തി മാത്രം ചൊല്ലുക. അല്ലാതെ സമ്പത്ത് വർദ്ധിക്കണേ എന്ന ഉദ്ദേശത്തോടു കൂടി ചൊല്ലരുത്.
നമുക്ക് വേണ്ടതെല്ലാം അള്ളാഹു നൽകിയിരിക്കും ഇൻഷാ അല്ലാ. നമ്മുടെ ദുആ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ. ഇൻഷാ അല്ലാ. അടുത്ത വീഡിയോയിൽ കാണും വരെ അസ്സലാമു അലൈക്കും. ഈ പുണ്യമാക്കപ്പെട്ട മാസത്തിൽ നിങ്ങളുടെ ദുആയിൽ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണേ.